ചൂറയെറിയാനായി ഞാൻ ഈ മലമുകളിൽ നിൽക്കുകയാണ്. വയനാട് പ്രകൃതി ദുരന്തത്തിനും അന്തരിച്ച നാടക കലാകാരൻ KJ ബേബിക്കും സമർപ്പിച്ചുകൊണ്ട് നെടുങ്കണ്ടം B.Ed കോളേജ് അവതരിപ്പിച്ച രംഗാവിഷ്കാരം ശ്രദ്ധേയമാവുകയാണ്. കോളേജിൽ 5 ദിവസമായി നടന്നു വന്നിരുന്ന നാടക ക്യാമ്പിന്റെ സമാപനത്തിലാണ് ഈ രംഗാവിഷ്കാരം നടത്തിയത്. ഇതോടെ വയനാട് പ്രകൃതി ദുരന്തത്തെ പശ്ചാത്തലമാക്കി ഒരു രംഗാവിഷ്കാരം നടത്തുന്ന ഏക ക്യാമ്പസ് തിയേറ്റർ എന്ന ബഹുമതിയും നെടുങ്കണ്ടം B.Ed കോളേജ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. വയനാട്ടിലെ ആദിവാസികൾക്കിടയിൽ ഒരു ആചാരമുണ്ട്. പ്രായമായ ഒരാൾ മരിച്ചാൽ സമ്പാദ്യങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. എന്തെങ്കിലും കിട്ടിയാൽ അത് സ്വന്തക്കാർക്കുള്ളതല്ല. ചുടലിയിലേക്ക് എടുക്കും മുമ്പ് മൂപ്പൻ ആ കിലുങ്ങുന്ന ജീവിത സമ്പാദ്യവും അതിലടങ്ങിയ സ്വപ്നങ്ങളും മുകളിലേക്ക് ആകാശത്തേക്ക് വലിച്ചെറിയും. അങ്ങനെ പരേതന്റെ സ്വപ്നങ്ങളും സമ്പാദ്യങ്ങളും ആകാശത്തേക്ക് വലിച്ചെറിയുന്ന ചടങ്ങിനെയാണ് ചൂറ എറിയുക എന്ന് പറയുന്നത്. ഈയിടെ അന്തരിച്ച മലയാളത്തിലെ പ്രശസ്ത ഗോത്ര നാടകകാരനും നോവലിസ്റ്റുമായ KJ ബേബിയുടെ മാവേലി മന്ത്രം എന്ന നോവലിലെ ഒരു കഥാസന്ദർഭത്തെ അവലംബമാക്കിയാണ് നെടുങ്കണ്ടം B.Ed കോളേജ് രംഗാവതരണം നടത്തിയത്. വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിനിരയായ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത സ്മരണകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ നാടകം കേരളത്തിലെ തന്നെ ആദ്യ സംരംഭമാണ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു കലാലയം ഇത്തരത്തിൽ രംഗാവിഷ്കരണം ഒരുക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് പുലിയൂരിന്റെ സംഘാടനത്തിലാണ് 5 ദിവസങ്ങളായി നീണ്ട നാടക കളരി അരങ്ങേറിയത്. കേരളത്തിലെ പ്രശസ്ത നാടക കലാകാരനായ M. പാർത്ഥസാരഥിയുടെ സംവിധാന മികവിലായിരുന്നു ഇതിന്റെ സാക്ഷാത്കാരം. മാർഗദർശനത്തിന് പ്രശസ്ത സിനിമ സീരിയൽ താരം രഞ്ജിത്ത് ചെങ്ങമനാടും 2 ദിവസങ്ങളായി ക്യാമ്പിൽ പങ്കെടുത്തു. കോളേജിലെ ആർട്ട് അധ്യാപകൻ അനൂപ് G. കോർഡിനേറ്ററായും അരുൺ തറയിൽ കൺവീനറായും പ്രവർത്തിച്ചു. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ജീവിതവും നഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി നെടുങ്കണ്ടം B.Ed കോളേജ് 2024-26 ബാച്ചിലെ നാടക ക്യാമ്പിന്റെ ഈ ഒരു ആവിഷ്കരണം സ്നേഹാദരങ്ങളോടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. മുന്നോട്ട് പോകാനുള്ള സമയമാണ്. ഞങ്ങൾ സമ്പാദിക്കുന്നുള്ളൂ, ഇതൊക്കെ ഞങ്ങൾ കഴിക്കുന്നത്. ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജാതി സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നമ്മുടെ അഡീഷണൽ ആവശ്യമാണ്. നെടുങ്കണ്ടം B.Ed കോളേജ് കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി നടത്തിവരുന്ന നാടക കളരി കേരളത്തിനകത്തും പുറത്തും ഇതോടൊപ്പം ശ്രദ്ധയായിരിക്കുകയാണ്. അധ്യാപന പരിശീലനവും പ്രകടന കലയുടെ വിവിധ സാധ്യതകളും വിശകലനം ചെയ്താണ് ഇവിടെ നാടക വർക്ക്ഷോപ്പ് അരങ്ങേറിയത്. സൂക്ഷ്മാധ്യാപനത്തിന്റെ വിവിധ ഘടകങ്ങളും ക്യാമ്പിൽ അപഗ്രഥനം നടത്തി. പുതിയ അധ്യാപന തന്ത്രങ്ങൾ ക്ലാസ് മുറികളിലും പുറത്തും നടപ്പിൽ വരുത്താനാണ് കോളേജ് ലക്ഷ്യമിടുന്നത്. ഇതിനായി കോളേജിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. ജാതി എന്ന ഈ ഒരു കാര്യം മാത്രമാണ്. നീ അറിഞ്ഞായിരുന്നോ എന്നതാണ് സാധയുടെ മോള് ഒളിച്ചോടി പോയിട്ട് തിരിച്ചു വന്നത്? ഈ പിള്ളേരുടെ കാര്യം നോക്കണം, ഇവരെ സ്കൂളിൽ വേണം. ഈ അമ്മ ഞാൻ നോക്കണം. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് ക്യാമ്പിൽ പങ്കാളികളായത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള നാടക അവതരണത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ സോളോ പെർഫോമൻസും അരങ്ങേറി. അഞ്ജലി R. നായർ, ആതിര ഹരി, പവിത്ര S., ശില്പ തോമസ്, ഐശ്വര്യ KM എന്നിവരുടെ അവതരണം മികച്ച നിലവാരം പുലർത്തി. രാമകൃഷ്ണൻ കുമാരനെല്ലൂർ, അമ്മു ദീപ, KT രാജീവ് എന്നിവരുടെ കഥകളെ ആസ്പദമാക്കിയാണ് സോളോ പെർഫോമൻസ് നടത്തിയത്. ചെറുകാടിന്റെ കഥയായ ഊണിന് 4 അണയുടെ സോളോ പെർഫോമൻസും അരങ്ങേറിയപ്പോൾ ക്യാമ്പിനെ നയിച്ച പാർത്ഥസാരഥിയുടെ 211ാമത്തെ അവതരണ വേദിയായും നെടുങ്കണ്ടം B.Ed കോളേജിലെ നാടക ക്യാമ്പ് മാറി. ചക്കക്കുരുപ്പേരി മാങ്ങറച്ചി ചക്കി വിളമ്പുമ്പൊത്തേനൊലിച്ചി. പണ്ട് അച്ഛമ്മയുണ്ടായിരുന്ന കാലത്ത് ഉച്ചയ്ക്ക് ചോറിനാൻ വരുമ്പോൾ സ്കൂളിൽ നിന്ന് കൂട്ടാനൊന്നും ഉണ്ടാവില്ല. അപ്പം അച്ഛമ്മ എന്താ ചെയ്യുക അറിയോ? 2 ഉണക്കൽ മാന്തളം കൂടി എടുക്കും, എന്നിട്ട് തോല് ചീന്തും, എന്നിട്ട് കഞ്ഞിര വെള്ളത്തേക്ക് അങ്ങോട്ട് ഇടും. പുറത്ത് പ്രലോഭിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ ഉള്ളിൽ പിടിച്ചു പറി. കേരളത്തിലെ അധ്യാപന രംഗത്തെയും നാടകരംഗത്തെയും ആദ്യ സംരംഭമാണ് നെടുങ്കണ്ടം B.Ed കോളേജിന്റെ ക്യാമ്പസ് നാടക പ്രവർത്തനമെന്ന് ഇടുക്കിയുടെ നാടകക്കാരനായ E.J. ജോസഫ് പറഞ്ഞു. നാടകത്തിന്റെ ആദ്യ പ്രദർശനത്തിൽ നെടുങ്കണ്ടത്തെ ഫെയ്സ് സാംസ്കാരിക സമിതി പ്രസിഡന്റും റിട്ടയർഡ് ഹെഡ്മാസ്റ്ററുമായ ടോം ലൂക്കോസ് മുഖ്യ അതിഥിയായി. പ്രകൃതി ദുരന്തങ്ങളും കേരളീയ സമകാലിക സാമൂഹിക ജീവിത സാഹചര്യങ്ങളും നാടകത്തിൽ പ്രമേയവൽക്കരിക്കുന്നുണ്ട്.
ശാസ്ത്രീയമായ സ്ഥലജല മാനേജ്മെന്റുകൾ നടപ്പിലാക്കണം. ഹൈറേഞ്ച് ഉൾപ്പെടെയുള്ള മലയോര ഭൂമിയിൽ മനുഷ്യവാസം സാധ്യമാക്കണം. കുടിയേറ്റ ജനതയുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം. സാധാരണക്കാരായ മനുഷ്യരെയും പാർശ്വവൽകൃതരായവരെയും കൂടെ നിർത്തണം. തൊഴിലില്ലായ്മ, വർഗീയത, ജാതി വിവേചനങ്ങൾ എന്നിവ തുടച്ചു നീക്കണം. ജൈവികവും മാനവികവുമായ മൂല്യങ്ങളെ സമന്വയിപ്പിച്ച് ഒരു നവകേരളം സാധ്യമാക്കണം തുടങ്ങിയ ആശയങ്ങളും നാടകത്തിൽ വിഷയങ്ങളായി. കോളേജ് ക്യാമ്പസ് തിയേറ്ററിന്റെ ഈ നാടകം ഉടൻ തന്നെ വിവിധ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രദർശനം നടത്തുമെന്നും ഡോക്ടർ രാജീവ് പുലിയൂർ പറഞ്ഞു. പ്രദർശനത്തിൽ നിന്നും സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. കഴിഞ്ഞ 6 വർഷത്തെ പ്രോഗ്രാമുകളും വളരെ ഒന്നിനൊന്ന് വ്യത്യസ്തമായ രീതിയിൽ അണിയിച്ചൊരുക്കാൻ ഈ കലാലയത്തിലെ ക്യാമ്പസിലെ പ്രതിഭകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അധ്യാപക പരിശീലകരായവർക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അധ്യാപനവുമായി വളരെയധികം അടുത്ത് ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ് നാടകം എന്ന് പറയുന്നത്. ഈ വർഷം തെരഞ്ഞെടുത്തിരിക്കുന്നത് വയനാട്ടിലെ ദുരന്തത്തിനെ അനുസ്മരിച്ച് ഈ നാടകീയ ആവിഷ്കരണത്തിന്റെ ആശയം രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നത്തെ കേരളീയ സമകാലിക സാഹചര്യങ്ങളെ മുൻനിർത്തി, പ്രത്യേകിച്ച് ഹൈറേഞ്ച് പോലെയുള്ള പ്രദേശങ്ങളിൽ മനുഷ്യർക്ക് മാനവികമായിട്ട് ചിന്തിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ ഇനിയും നമ്മൾ ഒരു സ്ഥലജന മാനേജ്മെന്റിന്റെ അവസ്ഥയിൽ ആ രീതിയിൽ നമ്മൾ കാണേണ്ടതിൻ്റെയൊക്കെ ആവശ്യകതയെ ഒക്കെ നമ്മൾ ഈ ആവിഷ്കാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ മനുഷ്യർക്ക് ജീവിക്കണം. നമ്മുടെ ഭൂമിയാണത്. നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ജീവിച്ച് മരിച്ചുപോയ നമ്മുടെ പൂർവികരെല്ലാം ജീവിച്ചിരുന്ന ഇതിന്റെ തെളിവുകളെല്ലാം നമ്മൾക്കുണ്ട്. ഈ ദുരന്തങ്ങളെയൊക്കെ തന്നെ അതിജീവിക്കുവാനും സാധിക്കണം. ഇതെല്ലാം കൂടെ ആവിഷ്കരിക്കുന്ന ഒരു നാടകമാണ് ഈ വർഷത്തെ അധ്യാപക പരിശീലകർ കാഴ്ചവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ക്യാമ്പസ് തിയേറ്ററിന്റെ നാടകങ്ങൾ കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേരളത്തിനകത്തും പുറത്തും യൂണിവേഴ്സിറ്റികളിൽ നിന്നും ക്ഷണമുണ്ടായി. ദേവികുളം ആകാശവാണി റേഡിയോ നിലയം കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ മുതുവാൻ ആദിവാസി ഗോത്രഭാഷ കൂടി ഉപയോഗിക്കുന്ന അശോകൻ മറയൂരിന്റെ കവിതകളെ ആസ്പദമാക്കിയ പച്ചവിട് എന്ന നാടകം സംപ്രേഷണം ചെയ്തിരുന്നു. ഇടുക്കിയുടെ കവിയായ അശോകൻ മറയൂരിന്റെയും സുകുമാരൻ ചാലിഗതയുടെയും കവിതകളുടെ രംഗാവിഷ്കാരമാണ് മുൻ വർഷങ്ങളിൽ അരങ്ങേറിയത്. ചൂറയെറിയാനായി ഞാൻ ഈ മലമുകളിൽ നിൽക്കുകയാണ് എന്ന നാടകം ഉണർത്തുന്നത് കേരളത്തിലൊരു പുതിയ ക്യാമ്പസ് സംസ്കാരത്തെയാണ്. അത് യാഥാർത്ഥ്യമാക്കി ആദ്യമായി മുന്നോട്ട് വരുന്നത് ഇടുക്കിയിലെ ഈ കലാലയമാണ്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, ഇടുക്കി. പൊന്നോണപ്പുലരിയെ വരവേൽക്കാൻ ബേബി ഹബ് നെടുങ്കണ്ടം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കുട്ടിക്കുരുന്നുകളെ അണിയിച്ചൊരുക്കുവാനായി ട്രെൻഡിംഗ് ഫാഷൻ ഡ്രസ്സുകൾക്കൊപ്പം കേരള തനിമ നിറഞ്ഞ ട്രഡീഷണൽ കളക്ഷൻസും നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആഘോഷിക്കൂ ഈ ഓണക്കാലം ബേബി ഹബ് നെടുങ്കണ്ടത്തിനൊപ്പം.